ആയോ? അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ കാണുന്നുണ്ടാവും, ഒരുപാട് വ്യക്തികൾ കാണുന്നുണ്ടാവും, അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരും ഒക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സംഭവത്തിൻ്റെ കൃത്യമായ ക്ലാരിറ്റി മനസ്സിലാക്കാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായും കൃത്യമായും എന്താണ് നടന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഇടനിലയിലെ 30 സെക്കൻഡും 15 സെക്കൻഡും വെച്ച് കേട്ട് കഴിഞ്ഞാൽ എന്താണ് നടന്ന സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് പോയിട്ട് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ സൈഡ് ഈ ഒരു സംഭവത്തിൽ, കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്ത ഒരാൾ ഞാൻ, അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പം ഈ ഒരു സംഭവത്തിൽ ഈ സംഭവം കൃത്യമായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്ന അറിവും കാര്യങ്ങളും അല്ലാതെ നടന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കൃത്യമായ ബോധ്യം, വിവരം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഭവത്തിലുള്ള യുവതിൻ്റെ സൈഡ്, അതുപോലെ തന്നെ ഈ സംഭവത്തിലുള്ള അഭിനേതാവിൻ്റെ സൈഡ്, അഭിനേതാവിൻ്റെ മാനേജറെ സൈഡ്, എൻ്റെ കാസറ്റിൻ്റെ സൈഡ്, അതുപോലെ തന്നെ എൻ്റെ സൈഡ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സൈഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഞാൻ ഒരു സിനിമയിൽ ഇപ്പോഴത്തെ അഭിനയിച്ചിരുന്നു. ഒരേ ഒരു സിനിമയിലാണ് ഞാൻ അഭിനയിച്ചത്. അപ്പം അവിടുന്നാണ് ഈ സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്നതും തുടങ്ങുന്നതും. ഞാൻ എനിക്ക് തോന്നുന്നു ഡിസംബർ, അതുപോലെ തന്നെ ഏകദേശം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഒരു കാലയളവിൻ്റെ ഇടയിൽ ഇടക്കും തിലക്കുമായിട്ടാണ് ഈ സെറ്റിൽ ചെയ്യാൻ പോലും. അധിക നേരം സെറ്റിൽ നിൽക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിൽക്കേണ്ട ആവശ്യം എന്നെ കൊണ്ട് വരുന്നില്ല. കാരണം ഈ പടത്തിൽ ഞാൻ ഏകദേശം ഒരു മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3-3.5 മിനിറ്റിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളും വരുന്നുള്ളൂ. അപ്പം ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ് നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ സംഭവം ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സംഭവത്തെക്കുറിച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാർ ഒന്ന് ഈ യുവതിയാണ്. ഇങ്ങനെ പരാതികൾ, കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ യുവതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യുവതി നിയമപരമായിട്ട് ഇതിനെ നേരിടേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലുപരി നിയമപരമായി പോവാതെ ആ യുവതി അവിടെ ചെയ്തെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇനി യുവതിക്കെതിരെ പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇതിനെ നേരിടേണ്ടിയിരുന്നത് ഈ അഭിനേതാവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ് ഞാൻ, അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സംഭവം ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ ലൊക്കേഷൻ സമയത്ത് ഷൂട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ അവിടെയാണ് ഷൂട്ട് നടക്കുന്നത്. അതായത് ഒരു മോർച്ചറി, ആംബുലൻസ് ഒക്കെ ഉള്ളൊരു സീൻ്റെ അവിടെയാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞാൽ എനിക്ക് സെറ്റിൽ അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. എല്ലാവരും ചിരിച്ച് കളിച്ച് ഞാൻ കൂടുതലും ചായ പിടിച്ച് അങ്ങനെ നടക്കുന്നതല്ലാണ്ട് എനിക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ല. കാരണം ഞാൻ പാട്ടുപാടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു സിനിമാ മോഹിയോ അല്ലെങ്കിൽ സിനിമാ കരിയർ ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്ന ആളോ, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയി തീരണം എന്ന് ഒരുപാട് വർഷത്തെ ആഗ്രഹിച്ച് അഭിനയമോഹമായിട്ട് നടക്കുന്ന ആളൊന്നുമല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ, ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്ന മനുഷ്യനാണ് ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞുള്ള വ്യക്തി. അപ്പോൾ ഷെരീഫ് ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തപ്പം എനിക്ക് എൻ്റെ ബ്ലഡിലുള്ള സ്വഭാവമാണ്. ചില ആൾക്കാർ എന്നോട് ഓരോ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റലില്ല. അപ്പോഴേ ഞാൻ ബാസിലിനോടായാലും ചെക്കന്മാരോടായാലും എല്ലാവരോടും പറഞ്ഞു, എനിക്കിപ്പോൾ ഇത് എടുത്താൽ പൊന്തുന്ന ഒരു പരിപാടിയാണോ ഞാൻ തല വെച്ചതെന്ന് അറിയില്ല. തല വെച്ചെന്നല്ല, ഞാൻ ഓക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അഭിനയം അറിയില്ല, അഭിനയ മോഹമല്ല, പാഷനേറ്റ് ആയിട്ടുള്ളൊരു ആക്ടർ ആവണം എന്നുള്ളൊരു സംഭവമൊന്നുമല്ല. അപ്പോഴേ ചെക്കന്മാർ പറയുന്നുണ്ട്, ഇതിപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട്. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ 100 കൂട്ടം ടെൻഷൻ എനിക്കിത് അഭിനയിക്കാൻ പറ്റാത്തതിലും, അതായത് അഭിനയിച്ച് പോകാൻ പറ്റാത്തതിലും അഭിനയിക്കാൻ പറ്റാത്തതിലും ഞാൻ ഈ അഭിനേതാവിനോട് പങ്കുവച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഹൗസിനോട് പങ്കുവച്ചിട്ടുണ്ട്, ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, സിനിമയിലെ എല്ലാ വ്യക്തികളോടും. എൻ്റെ ആകെയുള്ള സെറ്റിലെ ടെൻഷൻ എന്നുള്ളത് എനിക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനോ ഒരുപാട് സെറ്റപ്പ് ആക്കാൻ ഇതൊന്നും കഴിയണില്ല. കാരണം ഞാൻ അങ്ങനത്തെ പാഷനായിട്ട് വന്ന ആളല്ല. അപ്പം അങ്ങനെ കളമശ്ശേരി സെറ്റ് എന്നാണ് ഈ സൈഡ് ആരും കേൾക്കാത്തതാണ്, ആരും പറയാത്തൊരു സൈഡാണ് എനിക്ക് മാത്രം. അതായത് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ഈ സംഭവങ്ങളുടെയൊക്കെ CCTV ക്യാമറ പരിശോധിച്ചാലും ഞാൻ പറയുന്ന രീതിയിലാവും കാര്യങ്ങൾ പോവുക. ഈ സംഭവങ്ങളുടെയൊക്കെ വോയിസ് റെക്കോർഡ്സ്, വോയിസ് കോൾസ് പരിശോധിച്ചാലും ഞാൻ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോവുക. ഇതിൽ ഇടപെട്ടിട്ട ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താലും ഞാൻ എന്താണോ ഈ വീഡിയോയിൽ പറഞ്ഞത്, ഇത്ര ആൾക്കാരാണ് ഇതിൽ ഇടപെട്ടത്, അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ പോവുക എന്ന വ്യക്തമായ ബോധം, അതായത് ട്രാൻസ്പെറൻറ്റ്, വ്യക്തത ഉള്ളത് കൊണ്ടാണ് സത്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ കളമശ്ശേരിയിൽ നിന്നാണ് ഈ യുവതിനെ, ഈ അഭിനേതാവ്, നമ്മുടെ സിനിമയിലെ മുഖ്യ അഭിനേതാവ്, എനിക്ക് അതായത് സെറ്റിൽ ഈ യുവതി കാണാൻ വന്നിട്ടുണ്ട്. വളരെ നല്ല സുഹൃത്തുക്കളാണ്, ഒരു ചിരിച്ച് കളിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ സുഹൃത്താണ്. അങ്ങനെ എനിക്ക് കയ്യൊക്കെ തന്നതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്, ആൾ സെറ്റിലെ വേറെ ആക്ടേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം മുഖ്യ അഭിനേതാവിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് ആദ്യമായിട്ട് ഈ യുവതിനെ സെറ്റ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം ഇവർ മാത്രമല്ല സുഹൃത്തുക്കളായിട്ട് ഒരുപാട് ആൾക്കാരുടെ, ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ സുഹൃത്തുക്കൾ അവിടെ വരലുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ വന്നു. ഇപ്പോൾ കെൻസ് ചെക്കന്മാർ, നമ്മളെ ചെക്കന്മാരെല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് അതവിടെ വന്നു, എല്ലാവരും വരുന്നുണ്ട്. അപ്പം
നമ്മളെന്താ കാണുന്നതാ ഫ്രണ്ട് വരുന്ന പോകണമെന്നുള്ള രീതിയിൽ കണ്ടു. അങ്ങനെ ആ കളമശ്ശേരിത്തെ ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേരെ പൊളിച്ചുകൊണ്ട് വാടക പെരയ്ക്ക് മാറുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒന്നാമത് 100 കൂട്ട സാധനങ്ങൾ പെരയുന്നത് ഇപ്പോൾ 2 വാടക പെരയ്ക്ക് ഞങ്ങൾ ഈ ഒരു സംഭവ കാലയളവിൻ്റെ ഇടയിൽ മാറി. അപ്പോൾ ഈ സാധനങ്ങൾ ഏറ്റുന്ന ദിവസമാണ് ഈ ഒരു കോൾ എനിക്ക് ഫസ്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യുവതിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞു, യുവതി ജസ്റ്റ് ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ വന്ന് എല്ലാ നടന്മാരപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി വളരെ നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് എനിക്ക് ഒരു പ്രശ്നമുള്ള രീതിയിൽ ഓൾറെഡി ഇതുവരെ തോന്നിയില്ല. നല്ല 2 സുഹൃത്തുക്കൾ, ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്കാണ് തോന്നിയത്, എനിക്കന്ന് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ സെറ്റിലില്ലാത്ത സമയം, അതായത് സെറ്റിൽ എല്ലാ ആക്ടേഴ്സും കാര്യങ്ങളും ബാക്കിയുള്ള സീനുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നാട്ടിലാണ്, കാരണം എനിക്ക് എല്ലാ സമയം പോകേണ്ട ആവശ്യമില്ല. സിനിമയിൽ ഉടനീളമുള്ള നായകനൊന്നുമല്ല ഞാൻ ചെറിയൊരു ഭാഗത്ത് വന്ന് പോകുന്നുള്ള സീനാണ്. ഇതാണ് ഞാൻ സിനിമൻ്റെ മുമ്പും എൻ്റെ ഓഡിയൻസിനോട് ഞാൻ വ്യക്തമായിട്ട് പറയുന്ന കാര്യം. ഞാൻ വളരെ കുറച്ചുള്ളൂ, എനിക്ക് ഇതിൽ ഡയലോഗുകൾ കാര്യങ്ങളില്ല. പക്ഷേ ഈ സിനിമയിൽ ഞാൻ പറയില്ല, ഈ ഷെരീഫ് ഖാൻ എന്നുള്ളൊരു വ്യക്തി വിളിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഉണ്ടായിക്കോട്ടെ, എനിക്ക് നോ പറയാൻ വയ്യ. ഷെരീഫ് ഖാൻ എന്നുള്ള ഒരാളോട് എനിക്ക് ഒരിക്കലും നോ പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ഞാൻ വാടാപ്പേരേക്ക് സാധനം മാറ്റുന്ന ദിവസം ഗുഡ്സ് നിന്ന് സാധനങ്ങൾ ഇറക്കിയേക്കാം. ഞങ്ങൾ തന്നെയാണ് കുറച്ച് മുമ്പ് ഇറങ്ങിയ ഒരു കോണി സാധനങ്ങളൊക്കെ ഞങ്ങളൊരു ജീപ്പിൽ കൊണ്ടുപോയിട്ട് പള്ളി കൊണ്ടുപോയി ഇറക്കുന്ന ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഈ സമയത്താണ് നമ്മളെ വീട്ടിലത്തെ സാധനങ്ങൾ വാടാപ്പേരേക്ക് മാറ്റുന്ന സമയത്താണ് എനിക്ക് ഒരു രാവിലെ ഒരു 10-12 ഇടയിൽ ഫസ്റ്റ് കോൾ വരുന്നത്. അതായത് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന വ്യക്തി ഈ യുവതിൻ്റെയും അതുപോലെ തന്നെ ഈ സിനിമയിലെ പ്രധാന മുഖ്യ നടനായിട്ടുള്ള വ്യക്തിൻ്റെയും ചാറ്റുകൾ, അതായത് ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകൾ പുറത്തിട്ടിട്ട് എന്താണ് കാട്ടാളൻ്റെ ലൊക്കേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഒരു സാധനം ആദ്യം സ്റ്റോറി ഇടുന്നത്. അപ്പോൾ ഞാനിത് കണ്ടിട്ടില്ല. ഞങ്ങൾ വീട്ടിലത്തെ സാധനങ്ങൾ ഇറക്കണത് ഇതിന് തിരക്കിലാണ്. അങ്ങനെ ആദ്യത്തെ സാധനം വന്നപ്പോൾ വലിയ ഒച്ചമുളിയും ബഹളങ്ങളൊന്നും ഇല്ല, കാരണം അതൊരു പേഴ്സണൽ സംഭവമാണല്ലോ. അതായത് ഈ നടനും അതുപോലെ തന്നെ ഈ ഒരു സുഹൃത്തും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് പുറത്തു പോണത്. അപ്പം എന്തായാലും ഈ സ്ത്രീ ഈ സംഭാഷണങ്ങൾ എൻ്റെ കാസറ്റ് എന്നുള്ള വ്യക്തിക്ക് കൊടുത്തത് കൊണ്ടാണ് ഇത് പുറത്തു പോണത്. എന്തായാലും നടൻ കൊടുത്തിട്ടില്ല, ഈ അഭിനേതാവ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തത് പുറത്തു പോയി. രണ്ടാമത് വന്നപ്പോൾ എനിക്ക് ഈ അഭിനേതാവിൻ്റെ കോൾ വന്നു. അതായത് എടാ, ആകെ ഇതിൽ ഫോളോ ചെയ്യുന്നത് കാണുന്നത് തന്നെയാണ്, ഈ ഒന്ന് സംസാരിച്ച് അത് റിമൂവ് ചെയ്യാൻ പറയണം. അതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. അതായത് ഈ അഭിനേതാവിനോട് പറയണം, ഈ അതൊന്ന് റിമൂവ് ചെയ്യാൻ പറയണം. അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, എൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ പറഞ്ഞിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടാവും എനിക്കിതിൽ ആലോചിക്കാലോ ചിന്തിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സിനിമയിൽ ബിഗിനറാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെയാണ് ഞാൻ ഈ സിനിമയിലുള്ളത്, ഏറ്റവും ചെറിയ തട്ടിലുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമയത്തെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിലത്തെ മുഖ്യധാര നടന്മാരും ഇതിലത്തെ മാനേജർമാരും സിനിമേൻ്റെ PR കാര്യങ്ങൾ നോക്കുന്ന ഏജൻസികളും സംഭവങ്ങളൊക്കെ വന്നിട്ട് നമ്മളോട് ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ തലയിൽ സകല പ്രഷറും വരികയാണ്. അപ്പോൾ ഇതിൽ വരാനുള്ള കാരണം, വേറെ ആൾ നിൽക്കാനില്ലാത്ത കാരണം കൂടി ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ എൻ്റെ കാസറ്റിന് മെസ്സേജ് അയച്ചു, ബ്രോ ഇതൊന്ന് റിമൂവ് ചെയ്യോ, ഇത് ഓരോ പ്രൈവറ്റ് സംഭവങ്ങൾ, ഇതൊന്ന് റിമൂവ് ചെയ്യോ. അപ്പോൾ പറഞ്ഞു ഇത് മാത്രമൊന്നുമല്ല. എൻ്റെ കാസറ്റ് പറഞ്ഞു ഇത് മാത്രമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇതിലധികമുള്ള സാധനങ്ങൾ ഇനിയും വരാൻ പോവുകയാണ്, നിങ്ങളെ ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങളടക്കം വരാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നീടുള്ള സ്റ്റോറിയിൽ വരുന്നത്, എൻ്റെ കാസറ്റിൻ്റെ സ്റ്റോറിയിൽ വരുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ലൊക്കേഷനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് കാട്ടാളൻ്റെ സെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നു. അപ്പം എന്തായി, മൊത്തത്തിൽ ഇത് സിനിമനെ ബാധിക്കുകയാണ്. അതായത് ഒരാളും ഒരു യുവതിയും തമ്മിലുള്ള ഒരു പ്രശ്നം, അത് അവർക്ക് എന്തെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് നിയമപരമായിട്ട് നേരിടണമായിരുന്നു. അതായത് ഈ നടന് യുവതിയായിട്ടോ യുവതിക്ക് നടനായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് നിയമപരമായിട്ട് പോലീസിലേക്ക് അതിനെ ആദ്യം നീക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഒരു ടീം പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ടീം വാങ്ങാനോ അല്ലെങ്കിൽ പൈസ കൊടുക്കാത്ത പക്ഷം ഒരു ടീമിൻ്റെ പ്രൈവറ്റ് ചാറ്റുകളും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ എൻ്റെ കാസറ്റ് പറഞ്ഞ അക്കൗണ്ടിലൂടെ അയച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഡീപ്പിക്കലല്ല ചെയ്യേണ്ടിയിരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തു, അതിൽ പറഞ്ഞ് റിമൂവ് ചെയ്യൂല, ഇത് മാത്രമല്ല, ഈ കേസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എനിക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ല, ഈ നടൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ ഈ പെണ്ണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ. ഞാൻ ആകെ അവരെ കണ്ടത് ഒരു ഫ്രണ്ട്സായിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിമിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ക്യൂബ്സ് കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ ക്യൂബ്സ് എനിക്ക് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് കോൾ വന്നു, ഇത് എന്താ ഹനാനെ സംഭവം, എന്താണ് നമ്മളെക്കുറിച്ച് പറയണത്. അപ്പം ഇവരും പറയണത് ഒരേ ഒരു റീസണാണ്, ഈ വ്യക്തി ഫോളോ ചെയ്യണ ഒരേ ഒരാൾ ഞാനാണ്. ഇവരാരും മെസ്സേജ് അയച്ചിട്ട്, അതായത് ഈ നടൻ മെസ്സേജ് അയച്ചിട്ട് ഈ എൻ്റെ കാസറ്റ് റിപ്ലൈ കൊടുക്കണില്ല, ഈ നടൻ്റെ മാനേജർ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ കാസറ്റ് റിപ്ലൈ കൊടുക്കണില്ല. അതുപോലെ തന്നെ ക്യൂബ്സിൻ്റെ സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജ് അയച്ച് നോക്കിയിട്ട് എന്താണ് ബ്രോ സംഭവം. കാരണം ക്യൂബ്സ് ഇതിൽ സമ്പൂർണ്ണ നിരപരാധികളാണ്. എന്താണ് സെറ്റിൽ നടക്കണം, സെറ്റിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്, ഒന്നും നടക്കണം, സെറ്റിലൊന്നും നടക്കണം ആരും കാണില്ല. അപ്പോൾ എന്താണ് സെറ്റിൽ നടക്കണം എന്നുള്ള പ്രശ്നം അറിയാതെ എല്ലാവരും ഡൗട്ടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഈ വ്യക്തി ആകെ റിപ്ലൈ തരുന്നത് എൻ്റെ മെസ്സേജിന് മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത് എവിടെയുള്ളത് സെറ്റിലല്ല, ലൊക്കേഷനിലല്ല. അപ്പോൾ ലൊക്കേഷനിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു സെറ്റിൽമെൻറ്റ് പോലത്തെ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സംഭാഷണം അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, ഇവർ ഈ പൈസ തരുന്ന പറയുന്ന കാര്യങ്ങൾ, ഇത് മൊത്തം എന്താവും ഈ ടീമിന്, ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ടീമിന് വീഡിയോ എടുത്തേക്കാം, നടൻ്റെ മാനേജറിനും വീഡിയോ എടുത്തേക്കാം, ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇവരത് ചെയ്യണില്ല. അപ്പോൾ ഇവരത് ചെയ്യണില്ല എന്നല്ല, ഇവരുള്ള സ്ഥലത്തല്ല ഞാനുള്ളത്, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അങ്ങനെ ഫസ്റ്റ് വരുന്നത് ഞാൻ എഴുതി വെച്ചു, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഈ യുവതി പീഡിപ്പിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിന് ഇരയായി എന്നുള്ളൊരു സംഭവമല്ല ഞാൻ കേൾക്കുന്നത്. ഇങ്ങനത്തെ ഒരു സംഭവത്തിലോ ഇങ്ങനത്തെ ഒരു ഫ്രെയിമിലല്ല ഞാൻ ഇവരെ കാണുന്നത്. ഞാൻ കേൾക്കുന്ന കേസ് എന്താ വെച്ചാൽ, ഈ എൻ്റെ കേസ് ടക്കിമിനോട് പറയുന്ന കേസ് എന്താ വെച്ചാൽ, പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പറ്റിച്ചേക്കാണ്. അതായത് ഈ നടന് വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെന്തായാലും ഒരു പ്രായശ്ചിത്തം വേണം. ഈ പറ്റിക്കപ്പെട്ടതിനൊരു പ്രായശ്ചിത്തം വേണം. കാരണം ഒരുപാട് പോലെ ജീവിതം ആഗ്രഹിച്ചു ഇയാളുടെ കൂടെ അങ്ങോട്ട്. എനിക്ക് മനസ്സിലാവണില്ല, ഈ യുവതി ഓൾറെഡി വിവാഹിതനായിട്ട് ഭാര്യൻ്റെ കൂടെയും കുടുംബത്തിൻ്റെ കൂടെയും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ്റെ അടുത്ത് നിന്ന് എന്ത് വിവാഹ വാഗ്ദാനമാണ് ഇവർക്ക് കിട്ടിയത്, അതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യുവതി അത് വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല.